അറബ് മേഖലയുടെ സുസ്ഥിരത, വികസനം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്ത 33ാമത് അറബ് ലീഗ് ഉച്ചകോടി ബഹ്റൈനിന്റെ തലസ്ഥാനമായ മനാമയിലാണ് GCC അടക്കം 22 അറബ് രാജ്യങ്ങളുടെ തലവന്മാർ പങ്കെടുത്ത അറബ് ലീഗ് ഉച്ചകോടി നടന്നത്. പലസ്തീൻ-ഇസ്രായേൽ സംഘർഷവും ചർച്ചയായി. പലസ്തീൻ-ഇസ്രായേൽ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് സമവായത്തിലെത്തുക എന്നതായിരുന്നു ഇപ്രാവശ്യത്തെ അറബ് ലീഗ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിനായി അന്താരാഷ്ട്ര സമ്മേളനം വിളിക്കണമെന്ന് അധ്യക്ഷത വഹിച്ച ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ആവശ്യപ്പെട്ടു. സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് രാജ്യാന്തര സമൂഹത്തോട് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആഹ്വാനം ചെയ്തു. ഇതിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരം ഉടനടി നടപ്പാക്കാൻ തുടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മനാമയിലെ അൽസാക്കിർ കൊട്ടാരത്തിൽ നടന്ന ഉച്ചകോടിയിൽ അറബ് ലീഗിൽ അംഗങ്ങളായ 22 രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് പങ്കെടുത്തത്. സാമ്പത്തികം, സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിൽ അറബ് സഹകരണം വർദ്ധിപ്പിക്കാനും മേഖലയുടെ സുസ്ഥിരത വികസനം ഉറപ്പാക്കാനുള്ള നിരവധി പദ്ധതികളും ഉച്ചകോടിയിൽ ചർച്ചയായി. ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ പ്രത്യേക മേൽനോട്ടത്തിലായിരുന്നു ഉച്ചകോടി. ജനം, ദുബായ്.